വീടിന്റെ സെൻട്രൽ ഹാളിൽ പാകിയ ടൈൽസ് പൊട്ടിത്തെറിച്ചു. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ. വീടിന്റെ സെൻട്രൽ ഹാളിൽ പാകിയ ടൈൽസ് പൊട്ടിത്തെറിച്ചു. മാടായി വാടിക്കൽ കടവിലെ ചപ്പൻ്റവിട ഹൗസിൽ നസീമയുടെ വീട്ടിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. ഉഗ്രശബ്ദത്തോടെ ഹാളിലെ ടൈൽസ് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചതോടെ ഭയന്ന വീട്ടുകാർ പുറത്തേക്ക് ഓടുകയായിരുന്നു. അത് ഇന്നലെ രാത്രി ഒരു 9 മണി ആ സമയത്ത് കുട്ടികളൊക്കെ അവിടെ കിടക്കൊക്കെ പിരിച്ച് കിടന്നതായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പടപടാന്നുള്ള ഒച്ചയാട്ടവും കുട്ടികൾ വെച്ച് ടേബിളിൻ്റെ മേലെ എന്തോ വീഴുന്നതാണ്. നോക്കുമ്പോൾ അടിയിൽ ടൈൽസ് ഇങ്ങനെ പൊന്തുന്നതാണ്. മോൻ പറഞ്ഞ് കിടക്കടക്ക് ഇങ്ങനെ പൊന്തുന്നുണ്ടോ മാ. അപ്പോൾ എണീച്ചപ്പോൾ കാണുന്ന ടൈൽസ് ഇങ്ങനെ പൊന്തി വരുന്നു. അങ്ങനെ ഇങ്ങനെ പടർന്ന് വന്ന് എല്ലാവരും കൂടി പേടിച്ച് പുറത്തേക്ക് ഓടുകയില്ല. വർഷങ്ങൾക്ക് മുമ്പ് പാകിയ ടൈൽസ് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. ആളപായമുണ്ടായില്ല. നടുക്കം മാറാതെ വീട്ടുകാർ. ഒരു 11 മണി ആ സമയത്താണ് നമ്മളെ ഷാജിർ എന്നെ വിളിക്കുന്നത്. മെമ്പർ ഇങ്ങനെ ഒരു വീട്ടിലൊരു ഭയങ്കര സൗണ്ട് ടൈലെല്ലാം ഇങ്ങനെ പൊന്തി കിടക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് അവർ കുറേ ടൈല് പൊട്ടിയ സാധനങ്ങളൊക്കെ മാറ്റി വെക്കേനി ഇപ്പുറത്തേക്ക് പുറത്തോട്ടേക്ക് മാറ്റി വെച്ച്. പിന്നെ ഞാൻ പറഞ്ഞു വീടിന്റെ പുറത്തെന്തെങ്കിലും സ്ക്രാച്ചോ ക്രാക്കായിട്ടുണ്ടോന്ന്, എന്തെങ്കിലും ഈ ഭൂചലനം അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടികളും പെണ്ണുങ്ങളും അടക്കം വീടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എത്ര വർഷമായി? ഏകദേശം ഒരു 8-9 വർഷമായി. 10ാം വാർഡ് മെമ്പർ എ മുനീർ സംഭവ സ്ഥലത്തെത്തി. ഇങ്ങനെയുള്ള സംഭവം ആദ്യമായാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്തുകാരെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇല്ല, ഇന്നലെ പെട്ടെന്ന് ഒരു സൈഡ് മാത്രം ഒരു ടൈൽസ് ചെറുങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അത് എടുക്കാൻ നോക്കിയപ്പോഴാണ് പിന്നെ തുരുതുരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വെള്ളമൊക്കെ കെട്ടിയിരിക്കുന്ന എന്താ കുഴിയാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അതെടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ എല്ലാ സൈഡിൽ നിന്നും ഒന്നിച്ചങ്ങോട്ട് പൊന്തി വന്നു. അങ്ങനെയാണ് എല്ലാവരും ഇറങ്ങി ഓടിയത്. അങ്ങനെ മെമ്പറെ വിളിച്ചു. പിന്നെ അവർ വന്നിട്ട് നോക്കി. പിന്നെ ബാക്കി കുടുംബക്കാരും നാട്ടുകാരിലും വന്ന് നോക്കിയിട്ടാണ് കുറച്ച് സമാധാനമായത്. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. ഇപ്പം എന്തായാലും ഒന്ന് പഞ്ചായത്തിൽ പോയിട്ട് പറയുന്നുണ്ട്. ജിയോളജിനെ ആരെയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സംഭവത്തിൻ്റെ കാരണമറിയാതെ നടുക്കത്തിലാണ് വീട്ടുകാരും. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വാടിക്കൽ കടവിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബാഗ് ബസാറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും 5 പോപ്പിക്കൊടകൾ, 5 റെയിൻകോട്ടുകൾ, 5 ലേഡീസ് ബാഗുകൾ, 5 ലെതർ പേഴ്സുകൾ, ട്രെൻഡിങ് ഐറ്റമായ 3 പീസ് സെറ്റ് വാട്ടർ ബോട്ടിലുകൾ, ഓരോ 2000 രൂപയുടെ സ്കൂൾ പർച്ചേസിനൊപ്പം 199 രൂപയുടെ റെയിൻകോട്ടും കൂടാതെ ക്യാഷ് ഡിസ്കൗണ്ടും. ഓരോ ദിവസവും നെറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത്. ഉത്തര മലബാറിലെ ബാഗുകൾക്ക് മാത്രമായുള്ള ഏറ്റവും വലിയ സ്ഥാപനമായ ബാഗ് ബസാറിൽ നിന്ന് മെയ് 30 വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്.